വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ അവിടെ ശാന്തയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ കൊണ്ടുപോകാനായിട്ട് രാജേന്ദ്രനാണെങ്കിൽ എത്തുന്നുണ്ട്. അന്നേരം ജനലിൻ്റെ ഇവിടെ വന്ന് നിന്നിട്ട് ശാന്തയെ ഫോൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ശാന്തയാണെങ്കിൽ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തിയിട്ട് രാജേന്ദ്രൻ്റെ അടുത്തേക്ക് പോയി സംസാരിക്കുന്നുണ്ട്. അന്നേരം ഇനി കൂടുതൽ സംസാരവും ഒന്നും വേണ്ട, നീ കുഞ്ഞിനെ എടുത്തുകൊണ്ട് വാ എന്ന് പറയുമ്പോൾ മനസ്സോടെ ശാന്തയാണെങ്കിൽ തിരിച്ചിഞ്ഞ് റൂമിലേക്ക് വന്നിട്ട് കുഞ്ഞിനെ എടുക്കാനായിട്ട് നോക്കുമ്പോൾ കട്ടിലിൽ അന്നേരം കിടത്തിയിട്ട് പോയ കുഞ്ഞിനെ ആണെങ്കിൽ കാണുന്നുമില്ല. അന്നേരം കുഞ്ഞിതെവിടെ പോയി എന്ന് പറഞ്ഞ് ശാന്ത ആകെ പിന്നെ ടെൻഷനാവുകയാണ്. അന്നേരം ഈ സമയത്ത് രാജേന്ദ്രനോട് പറയുന്നുണ്ട്, രാജേന്ദ്രൻ തിരിച്ചു പോകുന്നുണ്ട് കുഞ്ഞിനെ കിട്ടാതെ. തുടർന്ന് സത്യഭാമയോടും പൊന്നിയോടും ഒക്കെ പറയുകയാണ് കട്ടിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ കാണാനില്ല എന്നുള്ളത്. അന്നേരം കുഞ്ഞെന്തായാലും ആരെങ്കിലും എടുത്തുകൊണ്ട് പോകാതെ എങ്ങും പോവില്ലല്ലോ. അങ്ങനെ അവിടെ മുഴുവൻ അന്വേഷിക്കുന്നുണ്ട്, പക്ഷേ കാണുന്നില്ല. അങ്ങനെ അന്വേഷിച്ചിട്ട് അതിൽ കഥയില്ല. കട്ടിൽ കിടത്തിയിരുന്ന കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിരിക്കണമല്ലോ. അതേസമയം തുടർന്ന് ശാലിനിയെ ഭാമ ഫോൺ ചെയ്യുകയാണ്. ശാലിനിയോട് പറയുന്നുണ്ട്, മോളെ കുഞ്ഞിനെ ഇവിടെ കാണാനില്ല. അന്നേരം ശാലിനി ഭാമയെ ഫോൺ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. രാവിലെ ശാന്തേച്ചിയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുത്തു വിടണമെന്നുള്ളത് ശാരിയെ കാണിക്കാനായിട്ട്. അന്നേരം ഭാമ പറയുകയാണ്, മോളെ കുഞ്ഞിനെ ഇവിടെ കാണാനില്ല എന്ന് പറയുമ്പോൾ കാണാനില്ലെന്നോ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ ആ സമയത്ത് തന്നെ ശിവനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. അന്നേരം കുഞ്ഞിനെ വീട്ടിനകത്ത് കയറി ആരോ എടുത്തുകൊണ്ട് പോയിട്ട് നിങ്ങൾ ആരും അറിഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ശാലിനിയാണെങ്കിൽ എല്ലാവരോടും ദേഷ്യപ്പെടുകയാണ്. അന്നേരം ശാന്തയും പൊന്നിയും ഭാമയും ഒക്കെ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ പക്ഷേ അന്നേരം രാഘവൻ നായർ പുറത്തേക്ക് വരുന്നില്ല. രാഘവൻ നായർ ഇങ്ങനെ വാതിൽക്കൽ നിന്നിട്ട് അകത്ത് നിന്നിങ്ങനെ ഒളിച്ചു നോക്കുന്ന ആ ഒരു സീനൊക്കെ കാണിക്കുന്നുണ്ട്. തുടർന്ന് പിറ്റേന്നാണെങ്കിൽ പോലീസ് എത്തുന്നുണ്ട്. റസാക്കിനെ ശാലിനി അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതനുസരിച്ച് റസാക്ക് എത്തുന്നുണ്ട്. അതേസമയം അവിടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ശാരിയെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അന്നേരം ശാരികയാണെങ്കിൽ കുഞ്ഞിനെ തിരക്കുമ്പോൾ കാണിക്കാൻ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ പറയുന്നുണ്ട്, ശിവനോട് പറയുകയാണ്, ഓപ്പറേഷൻ കഴിഞ്ഞ് വരുമ്പോൾ ശാരികേച്ചി ആദ്യം തിരക്കുന്നത് മോളെ ആയിരിക്കും, എങ്ങനെ കാട്ടിക്കൊടുക്കും എങ്ങനെ പറയുമെന്നും പറഞ്ഞ് ശാലിനി ആകെ ടെൻഷനിലാണ്. ഇതേസമയം അവിടെ റസാക്കാണെങ്കിൽ വീട്ടിലെത്തുന്നുണ്ട്. അന്നേരം ഉമ്മറത്താണ് സത്യഭാമയും പൊന്നിയും ശാന്തയും പിന്നെ പിള്ളയും രാഘവനാരും എല്ലാവരും ഒക്കെ അവിടെ ഉണ്ട്. അന്നേരം റസാക്ക് പറയുകയാണ്, കുഞ്ഞിനെ കാണാതായിരിക്കുന്നത് ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഈ വീട്ടിലെ ആരും അറിയാതെ കുഞ്ഞെന്തായാലും പുറത്തു പോകില്ല എന്നിങ്ങനെ പറയുകയാണ്. എന്നിട്ട് ഓരോരുത്തരായിട്ട് രാത്രി എന്ത് ചെയ്യുന്നു എന്തായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു വരികയാണ്. പക്ഷേ രാഘവനാരുടെയും പിള്ളയുടെയും മുഖത്താകപ്പാട് ഒരു പരിഭ്രമമൊക്കെ തന്നെയാണ്. എന്നിട്ട് പിള്ളയോട് റസാക്ക് ചോദിക്കുന്നുണ്ട്, താൻ ഇന്നലെ രാത്രി എവിടെ പോയിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം പിള്ള അവിടെ താനില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകണം ആ സമയത്ത്. അപ്പോഴായിരിക്കണം റസാക്ക് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. പിള്ള ആകെ ഇങ്ങനെ പരതിക്തി നിൽക്കുകയാണ്, ഉത്തരവൊന്നുമില്ലാതെ. ഇത്രയുമാണ് ഈ ഒരു സീനി കാണിക്കുന്നത്. അപ്പോൾ മിക്കവാറും അവിടെ രാഘവൻ നായരെ പറഞ്ഞ് പിരികേറ്റിയിട്ട് പിള്ള എവിടെയെങ്കിലും കൊച്ചിനെ കൊണ്ടുപോയതായിരിക്കും. ഒരുപക്ഷെ ഈ പിള്ള കൊണ്ടുപോയി ഏതെങ്കിലും അമ്മത്തൊട്ടിലോ അനാഥാലയത്തിലോ ഒക്കെ ഉപേക്ഷിച്ച് കാണണം. ഈ കുഞ്ഞിനെ ആയിരിക്കണം പിറ്റേന്ന് ശിശുക്ഷേമ സമിതിയിൽ അവിടെ ചെല്ലുമ്പോൾ അരുണയ്ക്ക് കിട്ടുന്നതും. അങ്ങനെ ആയിരിക്കും കഥ പോകുന്നത്. പക്ഷേ അവർ കുഞ്ഞിനെ പോലെ വളർത്തിയാൽ ശാരികയുടെ കുഞ്ഞിനെ പിന്നെ ശാരികയ്ക്ക് വേണ്ടേ, പിന്നെ ശാലിനിയാണെങ്കിൽ ശാരികയോട് എന്ത് സമാധാനം പറയും എന്നൊക്കെയുള്ളതാണ്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക് യു.